കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC സിലബസിലെ 10ാമത്തെ മൊഡ്യൂൾ ഓഡിറ്റിംഗിലെ ഒരു പോയിന്റ് ആയിരുന്നു ഓഡിറ്റേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകളുടെ നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ അപ്പോയിന്റ് ദി ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി ഇൻ ഇന്ത്യ? ഫസ്റ്റ് ഓഡിറ്റർ, സബ്സീക്വൻറ്റ് ഓഡിറ്റർ എന്നിങ്ങനെ രണ്ട് വിധം ഓഡിറ്റേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മെമ്പേഴ്സ് ഓഫ് AGM, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ്, കമ്പനി സെക്രട്ടറി. ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. സബ്സീക്വൻറ്റ് ഓഡിറ്റേഴ്സിനെയാണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യാം. ഇവിടെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി ബോർഡ് ഫെയിൽസ് ടു അപ്പോയിന്റ് ദി ഫസ്റ്റ് ഓഡിറ്റർ വിത്തിൻ 30 days, ഹു അപ്പോയിന്റ്സ്? ആദ്യ 30 ദിവസത്തിനകം ഫസ്റ്റ് ഓഡിറ്റർ ഡയറക്ടർ ബോർഡിന് അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ആരാണ് അപ്പോയിന്റ് ചെയ്യാന്ന് ക്വസ്റ്റ്യൻ വെച്ചത്. മെമ്പേഴ്സ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ്, സെൻട്രൽ ഗവൺമെൻറ്, രജിസ്ട്രാർസ് ഓഫ് കമ്പനി, ഓഡിറ്റ് കമ്മിറ്റി. ഇവിടെ ക്ലാസ് സൂചിപ്പിച്ച വിഷയം തന്നെയാണ് ഇതും. മെമ്പേഴ്സ് ഇൻ EGM, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിലെ മെമ്പേഴ്സാണ് പിന്നീട് ഓഡിറ്ററെ നിയമിക്കുക. ഫസ്റ്റ് ഓഡിറ്ററെ നിയമിക്കേണ്ട ഡയറക്ടർ ബോർഡ് നിയമിച്ചിട്ടില്ലെങ്കിൽ. AGM റെഗുലറായിട്ട് വർഷാവർഷം നടക്കുന്ന മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. EGM എക്സ്ട്രാ ഓർഡിനറി, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി കേസുകളിൽ നടത്താറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി ഹോൾഡ് ഓഫീസ് ടിൽ. ആദ്യ ഓഡിറ്റർ ഡയറക്ടർ ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓഡിറ്റർ ഏതുവരെയാണ് ഓഫീസിൽ തുടരുക? എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് AGM, കംപ്ലീഷൻ ഓഫ് ആൻ ഓഡിറ്റ്, എക്സ്പയറി ഓഫ് 5 years. ഇവിടെ ശരിയായ ആൻസർ ഫസ്റ്റ് AGM നടക്കുന്നത് വരെയാണ് ഫസ്റ്റ് ഓഡിറ്ററെ ഡയറക്ടർ ബോർഡ് നിയമിക്കാൻ കഴിയുള്ളൂ. ഫസ്റ്റ് AGMൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പിന്നീടുള്ള 5 വർഷത്തേക്ക് ഷെയർ ഹോൾഡേഴ്സാണ് ഓഡിറ്ററെ നിയമിക്കുക. അതിനാണ് സബ്സീക്വൻറ്റ് ഓഡിറ്റർ എന്ന് പറയാം, ആദ്യ ഓഡിറ്റർ അല്ലാതെ. അപ്പോൾ ആൻസർ കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് AGM ആണ്. AGMൻ്റെ മീറ്റിംഗ് അവസാനിക്കുന്നത് കൂടി ഫസ്റ്റ് ഓഡിറ്റർ കാലാവധി തീരുകയാണ്. സബ്സീക്വൻറ്റ് ഓഡിറ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഇൻ. സബ്സീക്വൻറ്റ് ഓഡിറ്റർ ആർ അപ്പോയിൻറ്റഡ് ഇൻ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച വിഷയം കൂടിയാണത്. ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ്, ഫസ്റ്റ് AGM, EGM ഓൺലി, ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഫസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് സബ്സീക്വൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ആൻസർ ബി ഓപ്ഷനാണ്, ഫസ്റ്റ് AGM. മാക്സിമം ടേം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഡിറ്റർ ഇൻ എ ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റേഴ്സിന് റൊട്ടേഷൻ ഉണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ഇൻഡിവിജ്വൽ ഓഡിറ്ററുടെ മാക്സിമം കാലാവധി എന്നത് 5 years ആണ്. 3, 4, 10 വർഷങ്ങളല്ല. ആൻസർ 5 years. മാക്സിമം ടേം ഓഫ് ആൻ ഓഡിറ്റ് ഫേം ഇൻ എ ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ, അതായത് ഇൻഡിവിജ്വൽ ഓഡിറ്റർ അല്ല, ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ മാക്സിമം ടേം എത്ര എന്നാണ് ചോദ്യം. 5 years, 6 years, 7 years, 10 years. ശരിയായ ആൻസർ 10 വർഷമാണ്. 10 years ആണ് ലിസ്റ്റഡ് കമ്പനികളിൽ ഫേം ഓഡിറ്റിന്, അതായത് ഇൻഡിവിജ്വൽ അല്ല ഓഡിറ്റ് ഫേമിന് തുടരാൻ പറ്റുന്ന കാലാവധി 10 വർഷമാണ്. അതിനുശേഷം റൊട്ടേഷനാണ്. അണ്ടർ വിച്ച് സെഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ഓഡിറ്റേഴ്സ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഡിഫൈൻഡ്? ഏത് സെഷനിലാണ് ഓഡിറ്റേഴ്സ് പവർ ആൻഡ് ഡ്യൂട്ടീസ്? നമ്മൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രധാന സെഷനുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്. സെക്ഷൻ 139 ഓഡിറ്റ് അപ്പോയിൻമെൻറ്റും
140 റിമൂവലും 141 കഴിഞ്ഞിട്ട് 143ലാണ് ഓഡിറ്റേഴ്സ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് വരുന്നത്. സെഷൻ 143 ആണ് ഓഡിറ്റേഴ്സ് പവർ ആൻഡ് ഡ്യൂട്ടീസ് ഡിസ്കസ് ചെയ്യുന്നത്. ഹു ഈസ് എലിജിബിൾ ടു അപ്പോയിൻറ്റ് ആൻ ഓഡിറ്റർ ഓഫ് എ കമ്പനി? കമ്പനി ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ആവശ്യമായ യോഗ്യത എന്താണ്? നമ്മൾ ക്വാളിഫിക്കേഷൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം കോസ്റ്റ് അക്കൗണ്ട് ഇൻ പ്രാക്ടീസ് അല്ല, ചാർട്ടേഡ് അക്കൗണ്ട് ഇൻ പ്രാക്ടീസ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കമ്പനി സെക്രട്ടറി അല്ല, എനി ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സും അല്ല. ബി ഓപ്ഷനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെന്റ് ആസ് ഓഡിറ്റർ? താഴെ പറയുന്നതിൽ ഏതാണ് ഓഡിറ്റർക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യിക്കുന്നത്? ഹോൾഡർ ഓഫ് ഷെയർസ് വിത്ത് 2000 ഇൻ ദ കമ്പനി, നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന പോയിന്റ് പറഞ്ഞിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ട് ഇൻ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് എൽസ്, അതും നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ്, എംപ്ലോയി ആവരുത് എന്നത്. പേഴ്സൺ ഇൻഡെപ്റ്റഡ് ടു കമ്പനി 6 lakh, നമ്മൾ 5 lakh എബോവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആയതിനാൽ ഓൾ ഓഫ് ദി എബോവ് ആണ്, എല്ലാ ഓപ്ഷനും ആണ് ഇവിടുത്തെ ശരിയാണ്. ഈ കാരണം കൊണ്ടെല്ലാം ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവിക്കും ഓഡിറ്റർ അപ്പോയിൻമെൻറ്റിൽ. വിച്ച് സെഷൻ ഇൻ കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്? അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ എന്നാണ് ചോദിച്ചത്. അത് 139 ആണ്. 139 അപ്പോയിൻമെൻറ്റ്, 140 റിമൂവല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെമ്യൂണറേഷൻ ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ ഈസ് ഫിക്സഡ് ബൈ? ഫസ്റ്റ് ഓഡിറ്റർ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അവർ തന്നെയാണ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് ഇൻ AGM അല്ല, ഡയറക്ടർ ബോർഡാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓഡിറ്റ് കമ്മിയോ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് MCA അല്ല. ശരി ആൻസർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഫസ്റ്റ് ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. വിച്ച് സർവീസ് ഈസ് പ്രൊഹിബിറ്റഡ് ഫോർ ആൻ ഓഡിറ്റർ ഇൻ റെൻഡർ ടു ദി കമ്പനി? ഒരു ഓഡിറ്റർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇനി പറയുന്ന ആക്ടിവിറ്റീസ് ഒരു കാരണവശാലും ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതിലൊന്ന് ഇന്റേണൽ ഓഡിറ്റ് ആണ്, മറ്റൊന്ന് ആക്ച്വറിയൽ സർവീസ് ആണ്. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അൺസെർട്ടനായ കാര്യങ്ങളെ സെർട്ടൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാൽക്കുലേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനാണ് ആക്ച്വറിയൽ സർവീസ് എന്ന് പറയാം. അത് ചെയ്യാൻ പാടില്ല ആ കമ്പനിക്ക് വേണ്ടിയിട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിയും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. വേറെയും കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്തരം സേവനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് കമ്പനി ആക്ടിൽ പറയുന്നത്. വിച്ച് സെക്ഷൻ സ്പെസിഫൈ സർവീസ് നോട്ട് ടു ബി റെൻറ്റഡ് ബൈ ഓഡിറ്റർ? തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യമാണ്, അതിൻ്റെ സൂചിപ്പിക്കുന്ന സെക്ഷൻ ഏതാ എന്നാണ് ചോദ്യം. സെക്ഷൻ 139 അപ്പോയിൻമെൻ്റ് ആണ്, 140 റിമൂവലാണ്, 143 പവേഴ്സ് ആൻഡ് പവറിനെ കുറിച്ചാണ് പറയുന്നത്, 144 ആണ് സർവീസ് നോട്ട് ടു ബി റെൻറ്റഡ് എന്ന പറയുന്ന സെക്ഷൻ. അതായത് കുറച്ച് മുകളിൽ സൂചിപ്പിച്ച പോലുള്ള കുറച്ച് കാര്യങ്ങൾ ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല എന്ന്. റിമൂവൽ ഓഫ് ആൻ ഓഡിറ്റർ ബിഫോർ എക്സ്പയറി ഓഫ് ടേം റിക്വയർ. നമുക്കറിയാം എക്സ്പയറിക്ക് മുമ്പേ ഓഡിറ്റർ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, ടേം കഴിയുന്ന മുമ്പ് തന്നെ. അതിന് എന്താണ് ആവശ്യമായി വേണ്ടത്? സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ, ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ. ശരിയായ ആൻസർ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ വേണം. മാത്രമല്ല അതിന് കൂടെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓഡിറ്ററെ കാലാവധി തീരുന്ന മുമ്പേ റിമൂവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓഡിറ്റർ റിസൈനിങ് ഫ്രം എ കമ്പനി മസ്റ്റ് ഫയൽ. താഴെ പറയുന്ന ഏത് ഫോമിലാണ് റെസിഗ്നേഷൻ ഫയൽ ചെയ്യേണ്ടത്? ഫോം ADT 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോം ADT 3 എന്ന C ഓപ്ഷനാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷുഡ് സ്റ്റേറ്റ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഗീവ്. ഓഡിറ്റർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഓഡിറ്റർ ഒപ്പീനിയനാണ്. അത് എങ്ങനെയായിരിക്കണം? എ ക്ലിയർ വ്യൂ, എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, എ സ്റ്റാൻഡേർഡ് വ്യൂ, എ യൂണിഫോം വ്യൂ. എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് ഇതേ ക്വസ്റ്റ്യന്
കേരള PSC അസിസ്റ്റന്റ് ഓഡിറ്ററിന് വേണ്ടിയിട്ട് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് സ്റ്റേറ്റ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഗീവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. വിച്ച് ബോഡി റെഗുലേറ്റ് ദി ഓഡിറ്റിംഗ് പ്രൊഫഷൻ ഇൻ ഇന്ത്യ? ഓഡിറ്റിംഗ് പ്രൊഫഷനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ഏതെന്നാണ് ചോദിച്ചത്. അതൊരിക്കലും മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല, RBI അല്ല, സെബി എന്ന സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ല. ശരിയായ ആൻസർ ICAI ആണ്. കേരള PSC ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ICAI ആണ് ഇന്ത്യയിൽ ഓഡിറ്റിംഗ് പ്രൊഫഷനെ നിയന്ത്രിക്കുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. ഹൂ ക്യാൻ അപ്പോയിന്റ് എ ബ്രാഞ്ച് ഓഡിറ്റർ? ബ്രാഞ്ച് ഓഡിറ്റേഴ്സിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യൽ? മെമ്പേഴ്സ് ഇൻ AGM ആണോ, ഡയറക്ടർ ബോർഡ് ആണോ, സെൻട്രൽ ഗവൺമെന്റ് ആണോ, ഓഡിറ്റർ ജനറൽ ആണോ? ശരിയായ ആൻസർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. B ആണ് ശരിയായ ആൻസർ. ഓഡിറ്റേഴ്സ് ലയബിലിറ്റി ഈസ് വിൽഫുൾ മിസ്റ്റേറ്റ്മെന്റ്. വിൽഫുൾ മിസ്റ്റേറ്റ്മെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് വരുത്തുക എന്നത് ഓഡിറ്റേഴ്സിന്റെ ഏത് ലയബിലിറ്റിയിലാണ് വരിക? നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഓപ്ഷൻ C, ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ഓഡിറ്റേഴ്സിന്റെ ലയബിലിറ്റി എന്നത് സിവിൽ ലയബിലിറ്റീസ് ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റീസ് ഉണ്ട്. മിസ്റ്റേക്ക് ഒക്കെ വരികയാണെങ്കിൽ അത് സിവിൽ ലയബിലിറ്റി ആണ്. ഫ്രോഡ് പോലുള്ള കാര്യങ്ങൾ അറിഞ്ഞോട് ചെയ്യുകയാണെങ്കിൽ അത് ക്രിമിനൽ ലയബിലിറ്റി ആണ്. സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഫൈനും ഇംപ്രിസൺമെന്റ് രണ്ടും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? അത്തരം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. 20ാമത്തെ പോയിന്റ്, അണ്ടർ ദി കമ്പനീസ് ആക്ട് ദ ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു. കമ്പനി ആക്ട് പ്രകാരം ഓഡിറ്റേഴ്സിന്റെ റൈറ്റിനെ കുറിച്ച് നമ്മൾ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണ്? ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ഓൾ ടൈം, ഏത് സമയത്തും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഓഡിറ്ററിന് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിമാൻഡ് എക്സ്പ്ലനേഷൻ ഫ്രം കമ്പനീസ് ഓഫീസർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം വാങ്ങാം എന്നും. അറ്റൻഡ് ജനറൽ ബോഡി മീറ്റിംഗ്, AGM EGM പോലുള്ള മീറ്റിങ്ങുകളിൽ ഓഡിറ്റർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അർഹതയുണ്ട്. ആയതിനാൽ തന്നെ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. UGC നെറ്റ് കൊമേഴ്സ് 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. പിന്നെ ഫ്രോഡ് ഡിറ്റക്റ്റഡ് ബൈ ഓഡിറ്റർ എബോവ് ദി പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു. ഒരു ലിമിറ്റിന് മുകളിൽ ഓഡിറ്റർ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ചെയ്യേണ്ടത്? ഇതൊരു മുൻപേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അത് ഷെയർ ഹോൾഡേഴ്സിനെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഡയറക്ടർ ബോർഡിനെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്, സെൻട്രൽ ഗവൺമെന്റിനെയാണോ, അതല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനിയാണോ? ഇവിടുത്തെ ശരിയായ ആൻസർ C ഓപ്ഷനായ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഒരു പരിധി വിട്ട് ഒരു സെർട്ടൻ ലിമിറ്റിന്റെ അപ്പുറത്തേക്കുള്ള ഫ്രോഡ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് റൂള്. ഇൻ കേസ് ഓഫ് എ ഗവൺമെന്റ് കമ്പനി ദ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഗവൺമെന്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യൽ CAG ഓഫ് ഇന്ത്യ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഗവൺമെന്റ് കമ്പനികളുടെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുക. അതൊരിക്കലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ മിനിസ്ട്രി ഓഫ് ഫിനാൻസോ രജിസ്ട്രാർ ഓഫ് കമ്പനിയോ അല്ല. ഈ ക്വസ്റ്റ്യൻ 2016 കേരള PSCയുടെ സെക്രട്ടേറിയറ്റ് ഓഡിറ്റർ തസ്തികയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോം ഈസ് യൂസ്ഡ് ഫോർ അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ? ഓഡിറ്റർ അപ്പോയിൻമെന്റ് ഉപയോഗിക്കുന്ന ഫോം ഏതാണ്? ഓഡിറ്റർ റെസിഗ്നേഷന് ADT 3 എന്ന് പറഞ്ഞിരുന്നു. അപ്പോയിൻമെന്റ് ഉപയോഗിക്കുന്ന ഫോം ADT 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊവിഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ ഈസ് അപ്ലിക്കബിൾ ടു. റൊട്ടേഷൻ ഏത് കേസിലാണ് അപ്ലിക്കബിൾ ആവുന്നത്? ഓഡിറ്റേഴ്സ് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ്, ഫേം ഓഡിറ്റ്, ഇവർക്കൊക്കെ വ്യത്യസ്ത റൂളാണുള്ളത്. അപ്പോൾ ഓൾ പ്രൈവറ്റ് കമ്പനി സംബന്ധിച്ചിടത്തോളം റൊട്ടേഷൻ വേണ്ടത്, അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് സെർട്ടൻ പബ്ലിക് കമ്പനീസ് ആണോ? ഓൺലി ഗവൺമെന്റ് കമ്പനി, ഓൺലി ഫോറിൻ കമ്പനീസ് ഇൻ ഇന്ത്യ. ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് സെർട്ടൻ പബ്ലിക് കമ്പനീസ് ഇവയെ സംബന്ധിച്ച് ആണ് റൊട്ടേഷൻ ബാധകമുള്ളത്. തുടർച്ചയായിട്ടൊരു ഓഡിറ്റർക്ക് അത്തരം സ്ഥാപനങ്ങളിൽ റൊട്ടേഷൻ പ്രകാരം അല്ലാതെ ഓഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അണ്ടർ വിച്ച് സെക്ഷൻ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഡിറ്റർ ഗിവൻ? ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 141 ആണ്. 139 അപ്പോയിൻമെന്റ്, 140 റിമൂവൽ, 141 ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത്. 143 പവേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. വിച്ച് ഈസ് നോട്ട് എ പവർ ഓഫ് ആൻ ഓഡിറ്റർ? ഓഡിറ്റർ സംബന്ധിച്ചിടത്തോളം
ഒരുപാട് പവേഴ്സ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാനുള്ള പവർ ഓഡിറ്റർക്കുണ്ട്. ഡിമാൻഡ് എക്സ്പ്ലനേഷൻ, ആവശ്യമായ വിശദീകരണം തേടാനുള്ള അവകാശമുണ്ട്. ആൾട്ടർ അക്കൗണ്ടിങ് പോളിസീസ്, കമ്പനി അക്കൗണ്ടിങ് പോളിസി ആൾട്ടർ ചെയ്യാനുള്ള അധികാരം ഒന്നും ഓഡിറ്റർക്കില്ല. അറ്റൻഡ് ജനറൽ മീറ്റിംഗ്സ്, AGM EGM പോലുള്ള ജനറൽ ബോഡി മീറ്റിങ്ങുകളിൽ ഓഡിറ്റർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ സി എന്ന ആൾട്ടർ അക്കൗണ്ടിങ് പോളിസിയാണ്. നെക്സ്റ്റ്, ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ഇൻ ദി ഫസ്റ്റ് AGM ഫ്രം എ ടേം ഓഫ്. ഫസ്റ്റ് AGMൽ ഓഡിറ്റർ എത്ര കാലത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് AGMൽ ഓഡിറ്റർ കാലാവധി 5 years ആണ്. ആയതിനാൽ തന്നെ ഫസ്റ്റ് AGMൽ 5 വർഷ കാലയളവ് കിട്ടും. അതായത് 6ാമത്തെ AGM വരെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് തുടരാൻ പറ്റും. സബ്സിക്വന്റ് ഓഡിറ്റർ ആയിരുന്നെങ്കിൽ അത് ഡയറക്ടർ ബോർഡാണ് അപ്പോയിന്റ് ചെയ്യാം. ഒരു കമ്പനി രൂപീകരിച്ച് ആദ്യം അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്ററാണ് ഫസ്റ്റ് ഓഡിറ്റർ, സബ്സിക്വന്റ് അല്ല, ഫസ്റ്റ് ഓഡിറ്റർ. ആ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യൽ ഡയറക്ടർ ബോർഡാണ്. ഫസ്റ്റ് ഓഡിറ്റർ കാലാവധി എന്ന് പറയുന്നത് ഫസ്റ്റ് AGM കൺക്ലൂഡ് ചെയ്യുന്നവരെയാണ്. പിന്നീട് ഫസ്റ്റ് AGMലോട് കൂടിയിട്ട് ആര് വരും? ഫസ്റ്റ് ഓഡിറ്റർ വരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഫ്രോഡ് അണ്ടർ സെക്ഷൻ 143 subsection 12 അപ്ലൈസ് ടു. ഇത് ഏത് കേസിലാണ് 143 subsection 12 എന്ന സെക്ഷൻ അപ്ലൈ ചെയ്യുന്നത്? ഓൺലി statutory auditors, only internal auditors, all auditors covered under the act, only branch auditors. 2013 കമ്പനി ആക്ട് പ്രകാരം കവർ ചെയ്യുന്ന എല്ലാ ഓഡിറ്റേഴ്സിനും സെക്ഷൻ 143 subsection 12 അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ശരിയായ ആൻസർ സി ഓപ്ഷനാണ്. ഇത്രയും MCQ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ MCQ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള ഓഡിറ്റിൻ്റെ എല്ലാ ക്ലാസ്സും തീർന്നിട്ടുണ്ട്. ഇനി ഒരൊറ്റ MCQ മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ, അവസാന വീഡിയോയുമായി ബന്ധപ്പെട്ടത് മാത്രം. അതോട് കൂടിയിട്ട് മൊഡ്യൂള് 10 മാർക്കിനുള്ള ഓഡിറ്റിംഗ് എന്ന മൊഡ്യൂള് അവസാനിക്കും. തുടർന്ന് മറ്റ് മൊഡ്യൂളുകളുടെ ക്ലാസ്സുകൾ കേൾക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.